പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അങ്ങയോട് ചേർത്ത് അങ്ങ് പിടിക്കണമേ. അങ്ങയുമായി ആഴമായ ബന്ധം ഞങ്ങളുടെ മക്കളിൽ ഉറപ്പിക്കണമേ. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയുമുള്ള മക്കളായിട്ട് ഞങ്ങളുടെ മക്കളെല്ലാവരും മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിച്ച് ഞങ്ങൾക്ക് മക്കൾ ആവശ്യമായി സംരക്ഷണം നൽകി ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയുടെ കൃപകൾ ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ സഹായം സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കൾക്ക് നൽകി ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കള്, പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കള്, എല്ലാ മക്കളെയും കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഇവിടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ കർത്താവെ, അങ്ങയുടെ കരുണയുടെ ശക്തിയാൽ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായത്താൽ, യോസേപ്പ് പിതാവിന്റെയും മിഖായേൽ മാലാഖയുടെയും എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥവും സഹായത്താലും ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിമാരുടെ വ്യക്തിപരമായ നിയോഗങ്ങള്, ഇവരുടെ പ്രാർത്ഥനകള് എല്ലാം തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബലിയോട് ചേർത്ത് കർത്താവെ, ജപമാലയോടും കരുണയുടെ ജപമാലയോടൊക്കെ ചേർത്ത് ഈ മക്കളെല്ലാം നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ ദിവസം അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അത്ഭുതകരമായ ദൈവിക ഇടപെടൽ അനുഭവിക്കാൻ അങ്ങയുടെ മക്കൾക്ക് ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശക്തമായ ധ്യാന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ദിവികാരുടെ യാത്രയും മറ്റെല്ലാ ശുശ്രൂഷകളും അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എനിക്കും വേണ്ടി കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ അടുത്ത ധ്യാനം അച്ഛൻ പറഞ്ഞതുപോലെ 24-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു ധ്യാനം ഒരുക്കുന്നുണ്ട്. അത് മെയ് മാസം 19-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ 22-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ്. 3 ദിവസം മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കാൻ ദൈവം നമുക്ക് വേണ്ടി ഫിനഹസ് 2026 എന്ന പേരിൽ യുവജന ധ്യാനം കാർമൽ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ്. ഹൈസ്കൂൾ മുതൽ 8ാം ക്ലാസ് മുതലുള്ള കുട്ടികള് അതിൽ പങ്കെടുക്കാനൊക്കെ സാധിക്കും. നിങ്ങളുടെ മക്കളെയൊക്കെ ഇത് ദിവസങ്ങളിൽ പങ്കെടുക്കാത്ത, ധ്യാനത്തിൽ പോകാത്ത മക്കളും ഇനി ആർക്കെങ്കിലും കൂടണമെങ്കിൽ ആ മക്കളെയൊക്കെ പറഞ്ഞു വിടാനും നേരത്തെ കൂട്ടി ധ്യാനത്തിന്റെ സീറ്റുകൾ ബുക്ക് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വലിയൊരു മേഖല നമ്മുടെ മക്കള് കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാതിരിക്കാൻ. ഫ്രണ്ട്സ്, ഇന്ന് കൂട്ടുകെട്ട് ഭയങ്കരമായ പൈശാചിക ബന്ധനമാണ്. അവർക്കാണ് ഇന്നലെ അവസാനിച്ച ധ്യാനത്തില് 195ഓളം പേര് ഉണ്ടായിരുന്നു ധ്യാനത്തിൽ. ഈ 2 മക്കള് കൂട്ടുകൂടി വന്നതാണ്. അവരെ നിർബന്ധിച്ചയച്ചതാ വീട്ടിൽ. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, എന്റെ കൂടെ കൂട്ടുകാരൻ വന്നാലേ പോ. അങ്ങനെ കൂട്ടുകാരന് നിർബന്ധിച്ച് 2 പേരും കൂടി വന്ന നിമിഷം മുതൽ ഈ ധ്യാനത്തില് ആ മക്കള് അനുസരണക്കേട്, തോന്നുമ്പോ വരും, തോന്നുമ്പോ ഇറങ്ങിപ്പോവും, പുകവലി, കഞ്ചാവ്, ഉറങ്ങണ സ്ഥലത്ത് ഡോർമെട്രി പ്രശ്നം, എല്ലാം കൊണ്ടും ഭയങ്കര അസ്വസ്ഥതയാണ്. കൂട്ടുകെട്ട്. ഞാൻ പറഞ്ഞു, മക്കളെ, നിങ്ങൾ കൂട്ടുകൂടി പോകരുത്, കൂട്ടുകൂട്ടി വരരുത്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഒറ്റയ്ക്കിരിക്കുകയും ഒന്ന് ധ്യാനിക്കാനോ പ്രാർത്ഥിക്കാനോ വാത്തുറക്കാൻ പോലും മനസ്സില്ലാതെ സത്യം പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പിനെ തന്നെ ഒത്തിരി അസ്വസ്ഥതപ്പെടുത്തിയ മക്കളായിട്ട് മാറി കൂട്ടുകാര്. എന്നെ പ്രിയപ്പെട്ടവനെ, ഇന്ന് കൂട്ടുകെട്ട് ഭയങ്കരമായ ഒരു പൈശാചികത ഉളവാക്കും. നമ്മള് ലഗ്യോൻ ബാധിച്ച, പിശാച് ബാധിച്ച ഒരു യുവാവിനെ നമ്മൾ കാണുന്നുണ്ടോ? മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ അവന്റെ വാസത്തെ കുറിച്ച് പറഞ്ഞോ? ശവകുടീരങ്ങൾക്കിടയിലാണ് അവന്റെ വാസം. പിശാച് കയറിയവൻ, പിശാച് ആവസിച്ചവൻ, അവൻ വസിക്കുന്നത് ശവകുടീരങ്ങളിലാണ്. ശവങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത എന്ന് പറഞ്ഞാൽ ദൈവമായ ജീവൻ. ഈശോയാണല്ലോ ജീവൻ. ഈശോ ഇല്ല, ഉദാശയില്ല, ദേവാലയമില്ല, പ്രാർത്ഥനയില്ല, വചനമില്ല,
അങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടുകെട്ട്, അതാണ് ശവകുടീരങ്ങൾ ഇടയിൽ വസിക്കുന്ന മക്കൾ. ഇന്ന് നമ്മുടെ മക്കള് മിക്കവാറും മക്കൾക്കുണ്ട്. ഈ രണ്ട് പിള്ളേരുടെ കൂടെ ഇവിടെ ധ്യാനിക്കാൻ വന്ന പല മക്കളും കൂട്ടുകൂടാൻ പോയി, ധ്യാനം കൂടാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാനോ മനസ്സിലാതെ വേറെ പല മക്കളും ഈ രണ്ട് മക്കള് അനുസരിക്കില്ല എന്നൊച്ച ഒക്കെപ്പാട് അസ്വസ്ഥത ഇവരുടെ കൂടെ അവരും ക്ലാസ്സിൽ വരാണ്ടായി, അവരും സംസാരിക്കാൻ തുടങ്ങി, ഇവരുടെ കൂടെ അതാണ് ഈ ശവകുടീരങ്ങൾക്കിടയിൽ കൂട്ടുകൂടുന്ന മക്കൾ. അവർ പെട്ടെന്ന് കൂടിച്ചേരും. ഇതാണ് കൂട്ടുകെട്ടിന്റെ പൈശാചികത. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മള് വിശുദ്ധ ബൈബിളില് നമ്മൾ കാണുന്നുണ്ട്, തോബിയാസിന് വേണ്ടി കൂട്ടുകാരനെ തേടുന്നു. ഉത്തമനായ ഒരു കൂട്ടുകാരനെ കിട്ടിയാൽ നമ്മുടെ മക്കൾക്ക് സുരക്ഷിതത്വമാണ്. അതിനുവേണ്ടി ആ തോബിത്ത് ആ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി അവന്റെ വിശേഷം ചോദിച്ച് തന്റെ മകന് കൂട്ടുപോകാൻ യോഗ്യനാണെന്ന് മനസ്സിലാക്കി ഉറപ്പിച്ചിട്ടാണ് തോബിത്ത് ഈ കൂട്ടുകാരന്റെ കൂടെ റഫായേൽ മാലാഖ നമുക്കറിയാം കൂട്ടുകാരന്റെ കൂടെ പറഞ്ഞു വിടുന്നത്. കൂട്ടുകാര് ഭയങ്കര പ്രശ്നമാണ്. നല്ലതുകൊണ്ട് മോശം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തില് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു വർഗം അതിശക്തമായ നാശത്തിലേക്കും ഒക്കെ നയിക്കുന്ന കുറെ കൂട്ടുകെട്ടുകൾ. അവർ രാത്രി സഞ്ചാരം, കറങ്ങാൻ പോക്ക്, ടൂർ പോക്ക്, ഫുഡ് അടിക്കല്, അതിൽ നിന്ന് പതുക്കെ ഡ്രഗ് അഡിക്ട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് മദ്യപാനം ചെറുതായിട്ട് തുടങ്ങും, പിന്നെ അതിലേക്ക് പോകും, പിന്നെ കാശുണ്ടാക്കാൻ വേണ്ടി മറ്റു പല വഴികള്, അങ്ങനെ പോയി നശിച്ചു പോകുന്ന മക്കള്. ഈ മക്കള് മിക്കവാറും ദൈവത്തോട് ബന്ധമില്ല, പ്രാർത്ഥിക്കാൻ മനസ്സില്ല. ഒരു ധ്യാന ഗ്രൂപ്പില്, നമ്മൾ ഇത്രയും സീനിയേഴ്സ് ഉള്ള ഗ്രൂപ്പില് ഈ രണ്ട് മക്കള് കുളമാക്കിയുള്ള അവസ്ഥയിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരിക, ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മള് ദാനിയേലിന്റെ പുസ്തകത്തില് ഒരു 4 യുവാക്കന്മാരുണ്ട്. ദാനിയേല്, ശദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ. ചങ്ക് കൂട്ട ഭയങ്കര ടൈറ്റാ. അവര് 4 പേരും ഒരുമിച്ച് കർത്താവിന്റെ വചനം അനുസരിക്കാൻ, കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കാൻ, കർത്താവിന് വേണ്ടി. അതെവിടെയാ? ബാബിലോണിൽ പ്രവാസത്തിലാന്ന് ഓർക്കണം. അങ്ങനെയുള്ള കൂട്ടുകെട്ട് കിട്ടിയാൽ ഇപ്പൊ വിദേശത്ത് പോകുമ്പോ, കാനഡ പോകുമ്പോ, അല്ലെങ്കിൽ UK പോകുമ്പോ, ജർമ്മനി പോകുമ്പോ, നമ്മുടെ മക്കൾ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടണം. ഇന്ന് പല മക്കൾ കൂട്ടുകെട്ടി ചെല്ലും, വീടൊക്കെ എടുക്കും, ഒരുമിച്ച് താമസിക്കും. കുറെ പേര് ലിവിങ് ടുഗദർ, കുറെ പേര് കറങ്ങാൻ പോണു, കുറെ പേര് പബ്ബിൽ പോണു, കുറെ പേര് മസാജിങ്ങിന് പോണു. അങ്ങനെ കൂട്ടുകെട്ട് വരുമ്പോ അതിൽ പെട്ടുപോകുന്ന അനേകം പാവപ്പെട്ട മക്കൾ. അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വലിയൊരു മേഖലയാണ് നമ്മുടെ മക്കൾക്ക് കൂട്ടുകെട്ടിന്റെ പൈശാചികത തിരിച്ചറിയാനുള്ള ഒരു കൃപ കിട്ടണം. കർത്താവിന് വിട്ടു പോകാൻ, ലോകാരൂപിക്ക് അടിമപ്പെട്ടു പോകാൻ ഇടയാകാൻ പറ്റാത്ത വിധം നമ്മുടെ മക്കളെ ദൈവിക ജ്ഞാനം കൊണ്ട് നിറച്ച് വേണ്ടെന്ന് ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഇന്നത്തെ കാലഘട്ടത്തില് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി ജീവിക്കുന്ന മക്കൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ചിലപ്പോഴൊക്കെ ഈ ഹോസ്റ്റലിലേക്ക് താമസിക്കുന്ന പിള്ളേര് പറയും, ഞാൻ ഒറ്റയാണ് അച്ഛാ, ബാക്കി എല്ലാവരും അവർക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, ഫോൺ വിളിക്കുന്നു, അവർ കറങ്ങാൻ പോകുന്നു, അവരൊരുമിച്ച് കൂടുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ഞാൻ പഠിക്കുന്നത് കൊണ്ട്, ഞാൻ കൂടാത്തത് കൊണ്ട്, എനിക്ക് ബോയ് ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് എന്നോട് ഇഷ്ടമല്ല. ഭയങ്കര പ്രശ്നം. ഞാൻ ഒറ്റയാണ്. ഇതൊരു അപകടകരമായൊരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൂട്ടുകെട്ടിൽപ്പെട്ട്, അത് തെറ്റായ കൂട്ടുകെട്ട്, നല്ല കൂട്ടുകെട്ട്, ദൈവമുള്ള കൃപയുള്ള വിശുദ്ധിയുള്ള കൂട്ടുകെട്ടാണോ? ഓക്കെ, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കള് ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ ചെന്നപ്പെടാതിരിക്കാനും, മാത്രമല്ല നമ്മുടെ മക്കൾ പോകുന്നിടത്തൊക്കെ നല്ല കൂട്ടുകെട്ടുകൾ കിട്ടാനും വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണ ഈ മേഖലയില് നമ്മുടെ മക്കൾക്ക് അത്യന്താപേക്ഷിതമാണ്. നല്ല കൂട്ടുകെട്ട് കിട്ടാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മുടെ മക്കളെല്ലാവരെയും സ്നേഹത്തോടെ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവായ ദൈവമേ, അങ്ങയുടെ എല്ലാ മക്കളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങേക്ക് പരമേൽപ്പിക്കുന്നു. കർത്താവെ, പഠിക്കാൻ പോകുന്ന മക്കള്, ദൂരസ്ഥലത്തായിരിക്കുന്ന മക്കള്, വിദേശത്തായിരിക്കുന്ന മക്കള്, ഹോസ്റ്റലിൽ താമസിക്കുന്ന മക്കള്, കോളേജിൽ പഠിക്കുന്ന മക്കള്, സ്കൂളിൽ പഠിക്കുന്ന മക്കള്, ഞങ്ങളുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ടുകൾ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ ഭൂരിപക്ഷം കൂട്ടുകെട്ടുകളും ലോകാരൂപിക്ക് അടിമപ്പെട്ട്, പിശാചിന് അടിമപ്പെട്ട്, ഒത്തിരി തിന്മകൾക്ക്, മ്ലേച്ഛതകൾക്ക് അടിമപ്പെട്ടു പോകുന്ന
അനേക മക്കളുണ്ട്. കർത്താവേ, മക്കളുടെ മേലൊക്കെ അങ്ങ് കരുണയായിരിക്കണമേ. അവരെ തിരിച്ചു കൊണ്ടുവരണമേ. അവർ പെട്ട് കിടക്കുന്ന കെണിയിൽ നിന്ന്, കൂട്ടുകെട്ടിൽ നിന്ന്, അത് വലിയ പൈശാചിക വലയാണ്, ആ വലയുടെ കുരുക്കിൽ നിന്ന് കർത്താവെ പെട്ടുപോയ മക്കളെ അങ്ങ് വിടുവിച്ചു കൊണ്ടുവരണമേ. യഥാർത്ഥമായി സത്യമറിഞ്ഞ് നല്ലപോലെ കുമ്പസാരിച്ച് എളിമയോടെ അങ്ങേക്ക്, അങ്ങയുടെ വചനത്തിന്, വിശുദ്ധിക്ക്, കൂദാശകൾക്ക് പ്രാധാന്യം കൊടുത്ത് ഞങ്ങളുടെ മക്കൾ കൃപയിൽ വളരട്ടെ. അനാവശ്യമായ എല്ലാ കൃപകൾ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊരു നിമിഷം നിങ്ങളുടെ കൈകള് നിങ്ങളുടെ മക്കളുടെ ശിരസുകളിൽ വയ്ക്കുന്ന പോലെ ആത്മന ശിരസിൽ കൈകൾ വെച്ചിട്ട് കർത്താവ് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അവിടെ നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് കർത്താവെ, ഈ കുരിശിനെ മുദ്രയാൽ എൻ്റെ മോനെ, എൻ്റെ മോളെ ഞാൻ മുദ്ര വയ്ക്കുന്നു. അവരെന്നെ സംരക്ഷിക്കണം, അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കൃപ നൽകണം. തെറ്റായ കൂട്ടുകെട്ടുകളെ, അപകടകരമായ കൂട്ടുകെട്ടുകളെ തിരിച്ചറിയാൻ കണ്ണുകൾക്ക് പ്രകാശം നൽകണം. തീരുമാനമെടുക്കാൻ അവരുടെ ബുദ്ധിക്ക്, മനസ്സിന് വലിയ ശക്തി നൽകണം. ഞങ്ങളുടെ മക്കൾ ആരും കൂട്ടുകെട്ടിൽപ്പെട്ട് നശിച്ചു പോകാതിരിക്കാൻ ഇടയാക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ കൃപയിൽ വളരണം. നമ്മുടെ മക്കൾ ആരും നശിച്ചു പോകാൻ പാടില്ല. ഞങ്ങളുടെ മക്കളെ ചങ്കോട് ചേർത്ത് പിടിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അനേക മക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ച്, ശരിക്കും പറയുകയാണെങ്കിൽ ധ്യാനത്തിൽ വരുന്ന മക്കളൊക്കെ ഒരുമാതിരി മന്ദിപ്പും, ഒരു ഉണർവില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, വാ തുറക്കത്തില്ല, കൈ പൊക്കത്തില്ല, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് സങ്കടം വരും, ദേഷ്യപ്പെടും. ഒരു കാര്യമില്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാനും ഈ ഒരു മന്ദീഭവിച്ചു പോയ, പിശാചിന്റെ പിടിയിൽ അമർന്നു പോയ ഈ അവസ്ഥയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ച് അവരെ വിടുവിച്ചെടുക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.